ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ജനോമയുടെ മെഷീനാണ്. കഴിഞ്ഞ ഞാനൊരു എംബ്രോയ്ഡറിയുടെ ഡിസൈൻ ചെയ്തിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് കമൻസുകൾ വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എംബ്രോയ്ഡറി ഈ മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ, അത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ ഒരു മോഡൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരുവാണ് കേട്ടോ. ഞാൻ സി ആണ് എടുക്കുന്നത്, മുകളിലുള്ള സി ആണ് എടുക്കുന്നത്. താഴത്തെ സി വെച്ച് നമുക്ക് വേറൊരു വർക്ക് നമുക്ക് ചെയ്യാം, അത് നമ്മൾ പിന്നീട് കാണിച്ചു തരാം. എന്നിട്ട് ഇതാണ് ബട്ടൺസ് ഹോള് തയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കമൻറ്റിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ബട്ടൺ ഹോള് ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ്. നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സി ആണ് ചെയ്യുന്നത്. ലെങ്ത് നമ്മൾ 0-ലാക്കുക, സെലക്ടർ നമ്മൾ സിയിലിടുക, ടെൻഷൻ നമ്മൾ 0-ലിടുക. ഈ 3 കാര്യങ്ങൾ മാത്രം ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റിൽ കൂടി നമ്മൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനല്ല മറ്റാരെങ്കിലും ഈ കമൻറ്റ് കണ്ടാൽ തന്നെ അതിന് നമുക്ക് റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ കമൻറ്റ്സൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പം ഒരാൾക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളുടെ ഈ ചാനലിൽ കൂടെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുകൾ തീർക്കാവുന്നതാണ്. അപ്പം നൂലിട്ടതിന് ശേഷം അത് നമ്മൾ ഒരു യു ഷേപ്പിൽ ആണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ കൂടി നമ്മൾ നൂല് മേലോട്ടിട്ട്, അപ്പോൾ സൈഡിലൊരു വീലുണ്ട്, ആ വീലിങ്ങനെ ചുറ്റുമ്പം അത് പൊങ്ങുകയും താഴുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് പൊക്കിയിട്ട് നമുക്ക് നൂല് ആ ഹോളിൽ കൂടെ തന്നെ താഴോട്ടിട്ടതിന് ശേഷം നമ്മുടെ ഒരു ഹുക്ക് പോലെ ഉണ്ട് അതിനകത്ത്, കണ്ട ആ ഹുക്കിനകത്തൂടെ ഇട്ടിട്ട് നമുക്ക് താഴെ ഒരു ചെറിയൊരു കൊളുത്ത് പോലെ ഉണ്ട്, ആ കൊളുത്തിനകത്തൂടെ ഇട്ടിട്ട് നമുക്ക് നൂലിടാം. പ്രഷർ ഫുഡ് പൊക്കിയതിന് ശേഷം നമ്മൾ നൂല് അതിനകത്തോട്ട് ഇട്ടാൽ മതി. അല്ലാതെ നമുക്ക് മെഷീനിൽ കൂടി തന്നെ നൂല് ഇടാനുള്ള ഒരു സെറ്റിംഗ് ഉണ്ട്. ഞാനത് ചെയ്യുന്നില്ല. പകരം ഞാൻ അല്ലാതെ തന്നെ നമ്മൾ നോർമൽ രീതിയിൽ നൂല് സൂചിക്കകത്തോട്ട് കൊരുക്കുന്ന രീതിയിൽ തന്നെ ഇടുകയാണ്. എനിക്ക് പെട്ടെന്ന് അതാണ് വശം കിട്ടുന്നത്, ഞാനത് അങ്ങനെ ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രഷർ ഫുഡ് നമ്മൾ ഒന്ന് ആ സ്ക്രൂ ഒന്ന് ലൂസാക്കിയതിന് ശേഷം അത് ഊരി മാറ്റുക. ഊരി മാറ്റുമ്പോൾ നമുക്ക് ഫ്രെയിം ഇടണം, അതുകൊണ്ടാണ് നമ്മളതങ്ങനെ ഊരി മാറ്റുന്നത്. ഫ്രെയിം ഇട്ടതിന് ശേഷം നമ്മളുടെ സ്റ്റിച്ചിങ് അങ്ങോട്ട് തുടങ്ങുക. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ വരും. എന്നാലും സാരമില്ല, നമുക്ക് ഒരു വട്ടവും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഗ്യാപ്പുകളെല്ലാം ഫില്ലാകും. ഫില്ലായതിന് ശേഷം ലീഫിനെല്ലാം നമ്മൾ എന്തായാലും ഗ്രീനല്ലേ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ പല ലീഫിന് നമ്മൾ വേറെ ഇതൊക്കെ ഉപയോഗിക്കും, ഞാനിപ്പം ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ സീഡ് ചെറുതായിട്ടൊന്ന് നമുക്ക് ലെങ്ത് ഒന്ന് കുറയ്ക്കാം. അപ്പം കാരണം നമ്മൾ അങ്ങനെ കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ ലീഫിന് നമ്മൾ അതിൻ്റെ അറ്റ ഭാഗമൊക്കെ ഇങ്ങനെ കൂർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ വലിയ സീല് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തില്ല. അകവശം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ വലിയ സീല് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ആ ചെറിയ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് അകവും ഞാൻ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. വലിയ രീതിയിൽ സീലിട്ടിട്ട് അകം ഫില്ല് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം ഇങ്ങനെ ചെറിയ ലീഫായിട്ട് ചെയ്ത് വെച്ച് നമുക്ക് അകമൊക്കെ ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നോർമൽ സീലിട്ടേച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു നമുക്ക് വിട്ട് കൂടുതലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കവറാവും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എംബ്രോയ്ഡറി വെച്ച് നമുക്ക് എളുപ്പം പറ്റുന്ന രീതിയിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ തയ്യാറാക്കാം. ഞാനിപ്പം ഒരു പിങ്ക് കളറും റെഡ് കളറുമാണ് ഉപയോഗിക്കുന്നത്. 2 രീതിയിൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.